നിലമ്പൂര് നല്ല വിജയ പ്രതീക്ഷ, തിളക്കമാർന്ന വിജയം, കംഫർട്ടബിൾ മെജോറിറ്റി, നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു. UDFന്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി. നല്ല മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടത്തി. എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. അത് ഓടിയും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്, AICCക്ക് കൊടുത്തതാണ്, അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. നമ്മള് അത് എല്ലാവരും വരികയത്, കൊടിക്കുന്നിൽ സുരേഷും AK ഒഴിച്ചുള്ള എല്ലാ നേതാക്കന്മാരും വരികയായി. രമേശ് ക്ഷണിക്കാതെ അങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രവർത്തക സമിതി അംഗം പോലുള്ള ഒരാള് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു he was otherwise busy, I think. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മറ്റു ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു. ഇതിൽ ആരും വിമർശനം ഉയർത്തിയില്ല. അവര് നന്നായിട്ട് തന്നെയല്ലേ ആദ്യമേ പ്രതികരിച്ചില്ലേ. ആദ്യമേ തന്നെ സ്മിത എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രകാശ് ഏട്ടന്റെ പാർട്ടിയാണ്, ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി അതിൽ ചില പ്രതീക്ഷ വെച്ചു പുലർത്തി. അവസാനം അവർ വന്ന് വോട്ട് ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ കണ്ടില്ല. KK ലതിക അതിനു മുമ്പും. ശരി, I don't comment. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.